പരിപാലിക്കുകയും വഴി നടത്തുകയും അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുന്ന നല്ലവനായ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവരെ, അനുഗ്രഹകരവും വിജയകരവുമായ 50 നോമ്പിന് ഒരുങ്ങുവാൻ നമുക്ക് ഇതാ ഒരു ദിവസം കൂടി ലഭിച്ചിരിക്കുന്നു. നാളെ മുതൽ ഉള്ളതായ 50 നോമ്പിൻ്റെ നമ്മുടെ ആചരണം അനുഗ്രഹകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കാൻ പോകുന്ന വേദഭാഗത്തിൽ സന്തോഷകരമായ വിജയകരമായ ഒരു കല്യാണം നടന്ന കാര്യം ഇന്നത്തെ വിഷയമാണ്. ഒരു വീട്ടിലെ കല്യാണം ഭംഗിയായി നടന്നു, എല്ലാവർക്കും തൃപ്തിയായി. അതെല്ലാ തലമുറക്കാരും എല്ലാ കാലത്തും ഓർക്കുന്ന ഒരു കല്യാണമായിട്ട് മാറി. നമ്മൾ നോയമ്പിൻ്റെ ഈ ഒരുക്ക സമയത്ത് ഈ ഞായറാഴ്ച എല്ലാ വർഷവും ഈ വേദഭാഗം ഓർക്കുന്നത് കർത്താവ് കാനാവിലെ കല്യാണ വീട്ടിൽ പോയ കാര്യം വായിക്കുന്നതിൻ്റെ പ്രസക്തി എന്താണ്? ആ കല്യാണ വീട്ടിൽ വിജയമുണ്ടായത്, സന്തോഷമുണ്ടായതിൻ്റെ രഹസ്യം എന്താണെന്നുള്ളത് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ വാക്യം ഒന്നുകൂടെ വായിക്കാം, പുസ്തകങ്ങളൊക്കെ എടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ ഇപ്പോൾ വായിക്കുന്നു. ബാക്കി വിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ ഒന്നുകൂടെ വായിക്കും. ഇപ്പോൾ ഈ 2 വാക്യങ്ങൾ മാത്രം ഉദ്ധരിക്കുന്നതിൻ്റെ ഉദ്ദേശം, ആ കാനാവിലെ കല്യാണ വീട്ടിലെ കല്യാണം 100% വിജയിച്ചു. എല്ലാവർക്കും തൃപ്തിയുണ്ടായി. അത് അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി. ആ സംഭവം എല്ലാ തലമുറക്കാരും എല്ലാ ഇടങ്ങളിലും പ്രഘോഷിക്കുവാൻ കാരണമെന്താണ്? 3-ാം ദിവസം ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നതാണ് ആ കല്യാണം വിജയിക്കുവാൻ അനുഗ്രഹമാകാനുള്ള ഒരു കാര്യം. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടാകാൻ എന്താ കാരണം എന്ന് 2-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചത്. ഈ 2 കാര്യം നമ്മൾ പരസ്പര ബന്ധമുള്ളതാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു കല്യാണം നടക്കാനുണ്ട്. അതേതാണെന്നറിയാവും? കർത്താവുമായിട്ടുള്ള കല്യാണം. ഓർച്ചിരിക്കുക, താമസിച്ചാൽ ഓർപ്പിച്ചതാണ്. ആ കല്യാണത്തിന് നിങ്ങൾ ഈ കർത്താവിനെ വിളിച്ചിട്ടുണ്ടോ? മണവാട്ടി മണവാളിനെ കല്യാണത്തിന് വിളിക്കേണ്ട കാര്യമുണ്ടോ? വിളിക്കണം. അച്ചായ വന്ന ശരിക്കും സമയത്ത് തന്നെ എന്നെ കൂട്ടിക്കൊണ്ട് പോകണം, ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞ് മാമോദീസായിൽ നിശ്ചയിക്കപ്പെട്ട വിവാഹത്തിൻ്റെ കാര്യം എല്ലാ ദിവസവും മണവാളനെ വിളിച്ച് പറയണം, ഞാൻ റെഡിയാണ് കേട്ടോ, താമസിപ്പിക്കല്ലേ, എന്തിനായിട്ട് അന്യനെ കാത്തിരിക്കുക എന്ന് പറഞ്ഞ് കല്യാണം ഭംഗിയാക്കാൻ കർത്താവിനെ നമ്മൾ ക്ഷണിച്ചുകൊണ്ടേയിരിക്കണം. എന്താ കാരണം? നമുക്ക് ക്ഷണിക്കാതിരിക്കാനും പിന്മാറിപ്പോയുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് ഇന്നും ക്ഷണിക്കണമെന്ന് പറയുന്നത്. നമുക്ക് സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് കല്യാണം അലസിപ്പോകാൻ സാധ്യതയുണ്ട്. ജാരനായ വിശാചിനോടെ പോകാൻ സ്വാതന്ത്ര്യമുണ്ട്. ഹവ്വായുടെ അടുത്തൊക്കെ പാമ്പ് കയറി വന്ന് അവിടെ വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയതുപോലെ എപ്പോൾ വേണമെങ്കിലും ഈ പാമ്പ് ഇവിടെ ഉണ്ട്. പാമ്പിന് തല ചതഞ്ഞതേ ഉള്ളൂ, വാല് കിടപ്പുണ്ട്. തല കർത്താവ് ചതച്ചിട്ടേ ഉള്ളൂ, വാല് നടുവിലൊക്കെ കിടപ്പുണ്ട്. അതുകൊണ്ട് പല വേലകൾ ഇനിയും ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് മാമോദീസായിലെ നമ്മുടെ വിവാഹ നിശ്ചയത്തിൻ്റെ കാര്യം എല്ലാ യാമപ്രാർത്ഥനയിലും എല്ലാ കുർബാനയിലും നമ്മൾ ആവർത്തിച്ച് പുതുക്കി ഞാൻ പിന്മാറിയിട്ടില്ല, ഞാൻ ഇന്ന് ഉപേക്ഷിച്ചിട്ടില്ല, എനിക്ക് പഴയതിനേക്ക് ഇന്ന് കുറേ കൂടെ സ്നേഹമാണ്. എങ്കിലേ കൃപ അക്ഷയമായി സ്നേഹിക്കുന്നവർക്ക് കൃപ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്രയും നാളായിട്ട് നമ്മുടെ കല്യാണത്തിന് കർത്താവിനെ വിളിച്ചില്ല, ഇന്ന് കുളിച്ച് ചെയ്തിട്ട് തന്നെ വിളിക്കാൻ പോവാം. നിങ്ങൾ എന്നും വിളിച്ചോളാമെന്ന് വാക്ക് പറയാൻ പോവാം. അപ്പോൾ കർത്താവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് വിളിച്ചാലുള്ള ഗുണം, അവിടെ അമ്മ നേരത്തെ പോയിരിക്കും. അപ്പം അമ്മയെ വിളിക്കണോ? വേണ്ട. ആരെ വിളിച്ചാൽ മതി? മോനെ, ആ കർത്താവിനെയും ശിഷ്യന്മാരെയും വിളിച്ച ആരൊക്കെ വിളിക്കുന്നോ അവിടെയൊക്കെ നേരത്തെ പോയി ആ കല്യാണ വീട്ടിലെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് കുറവുകൾ കണ്ടെത്താൻ, പരിഹാരം വരുത്താൻ രഹസ്യമായി വേല ചെയ്യുന്ന ഒരു നല്ല സ്വഭാവം ആകുണ്ട്, അമ്മച്ചയ്ക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് യേശുവിനെയും ശിഷ്യന്മാരെയും ഒന്നുകൂടെ വിളിച്ചുകൊണ്ട് നമ്മുടെ കല്യാണത്തിന്, പിന്നെ വേറെ ചില കല്യാണം നടക്കാനുണ്ട്, നമ്മുടെ മക്കളുടെ കല്യാണമൊക്കെ നടക്കണ്ടേ, നമ്മുടെ പെമ്മക്കളുടെയും ആമ്മക്കളുടെയും ഒക്കെ കല്യാണം, ആ കല്യാണത്തിന് കർത്താവിനെ വിളിച്ചിട്ടുണ്ടോ? അതിപ്പോഴേ വിളിച്ചാല്
കർത്താവ് എല്ലാം കരുതി വെച്ചിരിക്കുക. നീ ഏകനായിരിക്കുന്ന ഒന്നല്ല, നിനക്കൊരു തുണയെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് വെച്ചുകൊണ്ട് എനിക്ക് ആരാണെന്നൊന്നും അറിയണ്ട, എന്നാണെന്നൊന്നും അറിയണ്ട, എൻ്റെ കല്യാണത്തിന് കർത്താവ് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോഴേ പിള്ളേരൊക്കെ എന്ന് പറഞ്ഞാലേ കേട്ടോ ഇരിക്കുന്ന ആൺപിള്ളേരും പെൺപിള്ളേരും ഒക്കെ പറഞ്ഞു ഞങ്ങളുടെ കല്യാണത്തിന് ആര് വരണം? യേശു വരണം, ശിശുമാര് വരണം. പറഞ്ഞോ? ഈ പറയുന്ന സമയത്ത് പറഞ്ഞു. അപ്പൊ കർത്താവ് ഞങ്ങളുടെ കല്യാണത്തിന് വരണേ എന്ന് പറഞ്ഞാൽ മതി, മാതാവ് ഓടി ഇങ്ങെത്തും. എന്തെല്ലാം കുറവുണ്ട് നോക്കും, കല്യാണം ഭംഗിയാകുന്നതിന് എന്തെല്ലാം കുറവുണ്ട് എന്ന് അന്വേഷിച്ച് അത് കർത്താവുമായിട്ട് ആലോചിച്ച് മറ്റനേകരുമായിട്ട് ആലോചിച്ച് ആ പ്രശ്നം പരിഹരിച്ചുകൊണ്ടേയിരിക്കും. അപ്പം നമുക്ക് അനേക മധ്യസ്ഥ പ്രാർത്ഥനാ സംഘങ്ങളുണ്ട് എല്ലാ സ്ഥാപനങ്ങളിലും, ധ്യാനമന്ദിരങ്ങളിലെ, പള്ളികളിലെ, മഠങ്ങളിലെ, ആശ്രമങ്ങളിലൊക്കെ ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വരമുള്ള അനേകർ പലയിടങ്ങളിൽ ഇരിപ്പുണ്ട്. അവരോടെല്ലാം കർത്താവും മാതാവും ശിശുന്മാരും ചില കാര്യങ്ങളൊക്കെ പറയുന്നത് ഇന്നവർ ഇന്ന കാര്യം പ്രാർത്ഥിക്കുന്നു. ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെല്ലാം ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം കർത്താവിനെ ശിഷ്യന്മാരെയും മാതാവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. അവരത് പരിഹരിക്കാൻ രഹസ്യമായും പരസ്യമായും പ്രത്യക്ഷമായും പരോക്ഷമായും പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വലിയ നോമ്പിലെ ഒരുക്കം പൂർത്തീകരിക്കാം. അതിനിപ്പോൾ കർത്താവിനെയും ശിഷ്യന്മാരെയും നമ്മുടെ കല്യാണത്തിനും നമ്മുടെ പിള്ളേരുടെ കല്യാണത്തിനും നമ്മുടെ കൊച്ചുമക്കളുടെ കല്യാണത്തിനും എല്ലാം വരണേ എന്ന് പറഞ്ഞ് നമുക്ക് വിളിക്കാൻ അതിനായിട്ടിപ്പോൾ ഉത്സവ പ്രാർത്ഥന നടത്താനായിട്ട് നിങ്ങൾ അതിനെ ഒരുക്കുകയാണ്.
ഞങ്ങളോട് കരുണയുണ്ടാകണമേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെ. 3-ാം ദിവസം ഗലീലായിലെ കാനായിൽ ഒരു കല്യാണ വിരുന്ന് ഉണ്ടായിരുന്നു. യേശുവിന്റെ മാതാവും അവിടെ ഉണ്ടായിരുന്നു. യേശു ശിഷ്യന്മാരും ആ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തികയാതെ വന്നപ്പോൾ യേശുവിന്റെ മാതാവ് അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് യേശു അമ്മയോട് പറഞ്ഞു. മാതാവ് പരിചാരകരോട് അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ കർമ്മത്തിന് വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ ഉണ്ടായിരുന്നു. അവ 2-3 പറ വീതം കൊള്ളുന്നവയായിരുന്നു. പരിചാരകരോട് ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു പറഞ്ഞു. അവയുടെ വക്കോളം നിറച്ചു. അവനവരോട് ഇനി കോരിയെടുത്ത് പന്തി പ്രമാണികളുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു.
അതെവിടെ നിന്ന് കിട്ടിയെന്ന് അവൻ അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം രുചിച്ചു നോക്കിയിട്ട് പന്തിപ്രമാണി മണവാളനെ വിളിച്ച്, എല്ലാവരും ആദ്യം നല്ലതരം വീഞ്ഞ ലഹരി പിടിച്ച ശേഷം താഴ്ന്ന തരവും വിളമ്പുന്നു, എന്നാൽ നീ ഇതുവരെ നല്ലതരം വീഞ്ഞ കരുതി വെച്ചത് ഇരുന്നല്ലോ എന്ന് പറഞ്ഞു. യേശു ചെയ്തതായ ആദ്യത്തെ അടയാളം ഗലീലായിലെ കാനായിലുണ്ടായി. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിക്കുകയും ചെയ്തു. നമ്മുടെ ഈ അത്ഭുതം നോക്കുമ്പോൾ ഈ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നടക്കണമെന്ന് ആഗ്രഹിച്ചാണ് പിതാക്കന്മാർ ഈ വേദഭാഗം നോക്കുന്നത്. ഈ അത്ഭുതം ഇതുവരെയായിട്ട് പൂർണ്ണമായിട്ട് നടക്കാത്തതിന് പല കാരണങ്ങളുണ്ട്. ഒരു 5 മിനിറ്റ് ഇരുന്നാട്ട്. ഇതുപോലെ ഒരു അത്ഭുതമാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും നടന്നിട്ട് എല്ലാം ഉചിതമായും ചന്തമായും നടക്കേണ്ടത്. എല്ലാം ഭംഗിയായി നടക്കണമെങ്കിൽ, ദൈവം അത്ഭുതം പ്രവർത്തിക്കണമെങ്കിൽ അതിന് ദൈവം ഉപയോഗിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണെന്ന് അറിഞ്ഞിരിക്കണം. ഈ കല്യാണം ഭംഗിയാക്കുവാൻ മാതാവ് ഇവിടെ ഉണ്ടായിരുന്നത് പ്രയോജനപ്പെട്ടു. കർത്താവും ശിഷ്യന്മാർ ക്ഷണിക്കപ്പെട്ടവർ അവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. മാതാവിന്റെ നിരീക്ഷണത്തിൽ വീഞ്ഞ് തികയാതെ വരുമെന്ന് മനസ്സിലായി. അത് കർത്താവിനോട് പറഞ്ഞു. കർത്താവിന്റെ സമയമായില്ലെന്ന് പറഞ്ഞെങ്കിലും മാതാവ് നീക്കങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. അപ്പം കർത്താവിനോട് മാതാവ് ഈ കാര്യം പറഞ്ഞ സമയത്ത് സമയമായില്ലായിരുന്നു. പക്ഷെ ആ കാര്യമുണ്ട്, പിതാവിനെ അറിയിച്ചു. പിതാവ് ഇങ്ങനെ അമ്മ ഇങ്ങനെ ഒരു കാര്യം എന്ന് പറയും, ഞങ്ങളെ കല്യാണത്തിന് വിളിച്ചതാണ്, ഞങ്ങൾ ഇതിൽ വിരുന്നിലൊക്കെ സംബന്ധിച്ചിട്ട് പോകാനേ അവരാഗ്രഹിച്ചുള്ള അല്ലെങ്കിൽ പ്രതീക്ഷിച്ചുള്ളെങ്കിൽ എനിക്കിതൊരു പുതിയ ജോലി ഇതാ വരുന്നു, ഞാൻ ഇതിനകത്ത് ഇടപെടണോ, അമ്മ പറഞ്ഞതല്ലേ എന്നൊക്കെ അപ്പച്ചനോട് ചോദിച്ചപ്പോൾ മോനെ സമയമായി, പരിപാടി ആരംഭിച്ചു. അപ്പോൾ ചോദിച്ചപ്പോൾ സമയമായില്ല, പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സമയമായി. എല്ലാ കാര്യം പ്രാർത്ഥിച്ചിട്ട് ആരൊക്കെ പറഞ്ഞാലും ആരൊക്കെ ആവശ്യപ്പെട്ടാലും ഉടനെ തുറന്നല്ല, പിതാവും കൂടെ പറഞ്ഞതിന് ശേഷമേ ഒരു കാര്യത്തിന് സമയമാവുള്ളൂ. മനസ്സിലായോ? നമ്മുടെ പല കാര്യങ്ങളും ഒക്കാത്തതിൻ്റെ കാര്യം ആരാണ്ട് പറഞ്ഞു, നമുക്ക് തോന്നി, ആവശ്യം തോന്നി, അങ്ങനെ ചെയ്തങ്ങ് തുടങ്ങി. അവസാനമാണ് സംഗതി ഒത്തില്ല എന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ആരെല്ലാം പറഞ്ഞാലും ആരെല്ലാം എന്തെല്ലാം നമ്മളോട് ആവശ്യപ്പെട്ടാലും എന്ത് ചെയ്യണം? ഉടനെ അത് ആരെ അറിയിക്കണം? പിതാവിനെ അറിയിക്കണം. ആ കാര്യം കർത്താവിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മാതൃകയായിരുന്നു. അത് 1 പത്രോസ് 2:23 ഏതെല്ലാം കാര്യത്തിലാണ് ഞാൻ എല്ലാം പിതാവിനെ അറിയിക്കേണ്ടതെന്നുള്ള കാര്യം, ഇല്ലായ്മയുടെയും കാര്യം മാത്രമല്ല, ആരെങ്കിലും നമ്മളെ ചീത്ത വിളിച്ചാൽ ആ കാര്യവും അതും അത് ഇന്നയാൾ ചീത്ത വിളിച്ചിട്ടുണ്ട്, ഇന്നയാൾ എന്നെ അപമാനിക്കുന്നു, ക്രൂര വിനോദം നടത്തി എന്നെ പരിഹസിക്കുന്നു, അത് ആരെ അറിയിച്ചാൽ മതി? അപ്പച്ചനെ അറിയിച്ചാൽ മതി. അപ്പൊ അപ്പച്ചനും അതിന് ഉപയോഗമുണ്ട്, അവരും സന്തോഷിക്കുന്നുണ്ട്. കൊലദോസിലെ പൊളപ്പാണത്. നശിക്കാനുള്ളവരായി പണി ചെയ്യുന്ന, ബോധമില്ലാത്തവരായി പണി ചെയ്യുന്നവരെ അങ്ങനെ അത് രസിച്ചോട്ടെ. കാരണം തൂക്കിക്കൊല്ലാനായിട്ട് നിയോഗിച്ചിരിക്കുന്ന കുറ്റവാളികൾക്ക് ആ തൂക്കിക്കൊല്ലപ്പെടുന്ന ദിവസം രാവിലെ തൊട്ട് തൂക്കിക്കൊല്ലുന്ന നല്ല സുഖമാണ്. കൊലദോസിലെ പൊളപ്പെന്ന് അതിൻ്റെ പേര്. അതിൻ്റെ എല്ലാ സുഖങ്ങളും കൊടുക്കുന്നതാണ്. പക്ഷേ എല്ലാവർക്കും അറിയാം ഇത് ഇവനെ അടുത്ത ദിവസം അവിടെ കാണുന്നില്ല, ഈ ദിവസം കൊണ്ട് കാര്യം തീരാൻ പോവാം. അപ്പം അങ്ങനെയുള്ള കൊലദോസിലെ പൊളപ്പുകാർക്ക് എല്ലാ സുഖങ്ങളും കൊടുക്കും, അവർ ആഗ്രഹിക്കുന്ന എല്ലാം അനുവദിച്ചു കൊടുക്കും. പക്ഷെ പിന്നെ അവർ കാണുകയില്ല. അപ്പം ആ കാര്യം അറിയിച്ച കർത്താവ് ഈ മറുപടി നമുക്ക് പറയും. നമ്മളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവരതിൽ രസിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് അവർ രസിച്ചോട്ടെ, ചാകുന്നതിന് അവർക്ക് രസം വേണ്ടേ? തൂക്കിക്കൊല്ലുന്ന ആൾ ചാകുന്നതിന് മുമ്പ് അവനൊന്ന് സൂചിച്ചോട്ടെ, ഒന്ന് രസിച്ചോട്ടെ. ഇനി അവൻ നിത്യ ശിക്ഷയിലേക്ക് പോവുകയാണ്. കർത്താവിൻ്റെ ആ കടന്ന കരുതൽ കണ്ടോ? അപ്പൊ ഇന്ന് ലോകത്തിൽ പള്ളിയിൽ പോകാത്തവരും പ്രാർത്ഥിക്കാത്തവരും ഉപവസിക്കാത്തവരും ധ്യാനിക്കാത്തവരും വേദോസം വായിക്കാത്തവരും സുഖമായിട്ട് ആരെങ്കിലും കഴിയുന്നത് നിങ്ങൾ വിഷമിക്കണ്ട. അതെന്താണ്? കൊലദോഷത്തില് കുഴപ്പ തൂക്കുകാരൻ അവർ റെഡിയാണ്. തൂക്കുമരത്തിലോട്ട് കയറുന്നതിന് മുമ്പുള്ളത് തീറ്റയും കുടിയൊക്കെയാണ് എന്ന് വിചാരിച്ചാൽ മതി, അവർ രസിച്ചോട്ടെ. എന്നാൽ കർത്താവിന്റെ കല്യാണത്തിന് മുമ്പുള്ളവർക്ക് ഒരു സ്വസ്ഥതയും കാണുന്നില്ല എല്ലാ ദിവസവും. കാര്യം എന്നാ? കേസ് തീർത്തിട്ട് വേണ്ട കല്യാണം വന്നിട്ട് പോവാൻ. കല്യാണം കഴിഞ്ഞവരെ നിത്യസുഖമാണ്. പക്ഷെ കല്യാണത്തിന് മുമ്പേ കല്യാണം മുടക്കാനോ കല്യാണം നീട്ടി വെക്കാനോ വിചാരിച്ച പരിപാടി കള്ളക്കേസും കേസും ഒക്കെ കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ കല്യാണം വരെ മണവാട്ടിക്ക് വല്ല സ്വസ്ഥതയുണ്ടോ? ഇല്ല. പക്ഷെ ഏത് പ്രത്യാശയിലാണ് അത് സഹിക്കേണ്ടത്? കല്യാണം കഴിഞ്ഞാൽ നിത്യസുഖമാവുന്നത്. കല്യാണം വരെയുള്ള കേസൊക്കെ തീർന്നോട്ടെ എന്ന് വിചാരിക്കും. ഇവിടെ ഈ കല്യാണ വീട്ടിൽ ശിഷ്യന്മാരും കർത്താവും മാതാവും ഉണ്ടായിരുന്നു. അവിടെ ഈ കാര്യങ്ങൾ പിതാവിനെ അറിയിച്ചതുകൊണ്ട് പിതാവിന്റെ കൽപ്പന പ്രകാരം പുത്രൻ പരിപാടി ഞങ്ങൾ നീക്കുകയാണ്.
അപ്പോൾ നമ്മൾ ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്. എന്തില്ലാന്ന് വന്നാലും എന്ത് പ്രശ്നം ഉണ്ടായാലും അത് പിതാവിനെ അറിയിക്കുന്ന കർത്താവിനോടൊത്ത് പരിശുദ്ധാത്മാവിൽ ആ കാര്യം സ്തോത്രത്തോടെ അറിയിച്ച സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം നമുക്ക് കിട്ടുമെന്ന് ഫിലിപ്പിയർ 4 അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഈ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി പിതാവും പുത്രനും മാതാവും വേറെ പലരും കൂടെ ഒന്നിച്ചുകൂടി ചില കാര്യങ്ങൾ ചെയ്യുന്നു. മാതാവ് പറഞ്ഞ് വേലക്കാരോടെ നിങ്ങൾ അവൻ പറഞ്ഞവല്ലോ കേട്ടേക്കണം. അവൻ പറഞ്ഞ എന്നാ? വെള്ളം കുഴിക്കണം. വെള്ളം കോരാനേ പറഞ്ഞുള്ളൂ. പക്ഷെ അവരെന്നാ ചെയ്തു? വക്കോളം അതങ്ങ് ശകലം ഒഴിച്ചു നിർത്തിയില്ല. അത് അവരുടെ ഗുണമാണ്. ആ വേലക്കാർക്ക് ഓരോർഡർ കിട്ടി വെള്ളം നിറയ്ക്കാൻ. എന്നാൽ വക്കോളം അങ്ങോട്ട് നിറയട്ടെന്ന് വിചാരിച്ചു ശരിക്കും അവരെ നിറച്ചു കൊടുത്തു. അത് കഴിഞ്ഞത് അത് കോരിയെടുത്ത് വിരുന്നുവാഴിക്ക് കൊണ്ട് കൊടുത്തു. എല്ലാവർക്കും തൃപ്തിയായി സന്തോഷമായി. നമുക്ക് ഇതുപോലെ ഒത്തിരി അത്ഭുതങ്ങൾ പലയിടത്തും നടക്കാനുണ്ട്. നമുക്ക് കർത്താവിൻ്റെയും മാതാവിൻ്റെയും ശിഷ്യന്മാരുടെയും വേലക്കാരുടെയും പാത്രത്തിൻ്റെയും ഒക്കെ പണിയാണ് ചെയ്യാം. നമ്മുടെ ഹൃദയം ഒരു പാത്രമായി ദൈവത്തിൻ്റെ ആലോചനകളാകുന്ന വെള്ളം നിറച്ചു വയ്ക്കുന്ന പാത്രമാകാമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ പുതിയ വീഞ്ഞുണ്ടാകുന്ന സ്ഥലമായിട്ട് വേണമെങ്കിൽ മാറ്റാം. അപ്പം 100 ദിവസം കഴിയുമ്പോൾ പെന്തിക്കോസ്ത് പെരുന്നാളോട് നടക്കാൻ പോവുക, 50 ദിവസം കഴിയുമ്പോൾ ഉയർപ്പ് പെരുന്നാളോട് നടക്കാൻ പോവുക. ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് 50-ാം പെരുന്നാളിന് 100 ദിവസം കഴിയുമ്പോഴത്തെ ഇവിടുത്തെ 50-ാം പെരുന്നാളിൽ പുതിയ വീഞ്ഞു കുടിക്കുന്ന പരിശുദ്ധാത്മ നന്മ ചെയ്യുവാനുള്ള സ്വർഗീയമായ ലഹരി വേണമെങ്കിൽ വെള്ളം കോരി തുടങ്ങുക. ഇന്നുകൊണ്ട് വെള്ളം കോരി നിറച്ച് അങ്ങനെ ആ വെള്ളം കോരി പൂർത്തീകരിച്ച് കഴിയുമ്പോൾ നമുക്ക് അടുത്ത പെന്തിക്കോസ്ത് പെരുന്നാളിൽ നമ്മുടെ ആലോചനകളാകുന്ന വെള്ളം മുഴുവൻ ആത്മനിറവുള്ളതായിരിക്കും, വീഞ്ഞു പോലെ ലഹരിയുള്ളതായിരിക്കും. ഏത് കാര്യം ഭംഗിയായി ചെയ്യാനൊരു നല്ല ലഹരി ആവശ്യമാണ്, നല്ല വീര്യം ആവശ്യമാണ്. അതുകൊണ്ടാണ് യെശയ്യാ 55-ൽ പിതാവിന്റെ സന്നിധിയിൽ ചെല്ലുന്നവർക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന വെള്ളം, പാല്, വീഞ്ഞ്, അപ്പം, ഈ 4 കൂട്ടം കാര്യം അവിടെ എപ്പോഴും സ്റ്റോക്കുണ്ട്. അത് നമ്മൾ അപേക്ഷിച്ച് ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ നമുക്ക് തന്നുവിടും. അപ്പം നമ്മുടെ ആലോചനകളാകുന്ന വെള്ളം പരിശുദ്ധാത്മ വീര്യമുള്ള പുതുവീഞ്ഞായി മാറിയാൽ അത് അനേകരെ ലഹരി പിടിപ്പിച്ച് നന്മ ചെയ്യുവാൻ ധൈര്യവും ധീരതയുള്ള ഒരാൾക്ക് തീർക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. പിശാച് തരുന്ന ലഹരി പാപം ചെയ്യാനുള്ള വീര്യം തരുന്നു. പരിശുദ്ധാത്മാവിന്റെ പുതിയ വീഞ്ഞ് നന്മ ചെയ്യാൻ, പുണ്യം ചെയ്യാനുള്ള വീര്യം തരുന്നു. ഒരു വീര്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാനൊക്കെ ഉള്ളൂ, അല്ലെങ്കിൽ ചത്തേ ചതഞ്ഞെന്ന് കുഴഞ്ഞിരിക്കും. അത് തീഷ്ണതയോടെ ഏത് കാര്യം ചെയ്യണമെങ്കിൽ ഒരു ലഹരി ആവശ്യമാണ്. ഭാര്യയൊക്കെ ഒന്ന് തൊഴിക്കണമെന്ന് ഇടിക്കണമെന്ന് ഒന്ന് ചീത്ത വിളിക്കണമെന്ന് ആദ്യമേ ഭർത്താവ് എന്നൊരു പക്ക അടിക്കുകയാണ്. സാധാരണ സുബോധത്തോടെ ചെയ്യാനൊക്കെ ഇല്ല. ബോധം കിട്ടിയാൽ മാത്രമേ ക്രൂര വിനോദം നടത്തുന്നതിൽ രസിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ പലതരത്തിൽ ബോധം കെടുത്തുന്ന പരിപാടികൾ പിശാചിൻ്റെയിലുണ്ട്. അതിന് നമ്മുടെ ബോധം പോകല്ലേ എന്ന് പ്രാർത്ഥിച്ചോളാം. ബോധം എപ്പോഴും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കാമെങ്കിൽ, ആരാധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ബോധം നിലനിർത്തിക്കൊണ്ടേയിരിക്കും. സുബോധത്തോടെ ദൈവ ഇഷ്ടം അറിഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ ലഹരിയിൽ നന്മ ചെയ്തുകൊണ്ടേയിരിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് ഇതിന് തടസ്സമായി നിൽക്കുന്ന മനപ്പൊരുത്തമില്ലാത്ത സാഹചര്യത്തിലാണ് പിശാച് കയറുന്നത്. പിശാചിന് ഇടം കൊടുക്കരുത്. പിശാചിന് ഇടം കിട്ടാൻ വേണ്ടിയാണ് പൊരുത്തക്കേടുകൾ ഉണ്ടാക്കുന്നത്. അത് ഉടനെ വിവരം പിതാവിന് പൊരുത്തക്കേട് വരുന്നു, അവനെ അതേണ്ട വിടവുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് വിവരം പറയാമെങ്കിൽ അവനെ ഓടിച്ചിട്ട് ആ വിടവ് അടച്ചു തരും. അതുകൊണ്ട് നാളെ നടക്കേണ്ട ഒരു ശുശ്രൂഷ ഇന്ന് നടത്താൻ പോവുക, ശുഭകോന ശുശ്രൂഷ. നാളെ ഉച്ചനമസ്കാരത്തോടൊപ്പം നാളെ എല്ലാവർക്കും കൂടെ കൂടാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് നാളെ ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പോഴേ ചെയ്തുകൊണ്ട് ഇന്ന് പോകുന്നവരെല്ലാം അന്യോന്യം കൈ കൊടുത്ത് പൊരുത്തക്കേടുകളോട് യാത്ര പറഞ്ഞ് ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ പാത്രം നിറഞ്ഞുകൊണ്ടേയിരിക്കും. അവസാനം അത് വീഞ്ഞായി മാറും. ആ വീഞ്ഞ് കുടിച്ചു കഴിയുമ്പോൾ പത്രോസിനെ പോലെ 1000 വരെ നേടുന്ന ലഹരിയായിട്ടത് മാറും. അങ്ങനെ നമുക്ക് വരാൻ പോകുന്ന പെന്തക്കോസ്തിയെ ലാഭാക്കിക്കൊണ്ട് ആത്മനിറവിന് തടസ്സമായി നിൽക്കുന്ന പൊരുത്തക്കേടുകളോട് യാത്ര പറവാൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18 അധ്യായത്തിന്റെ 18 മുതൽ 35 വരെ വായിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ പാവോചന പ്രാർത്ഥന നടത്താൻ പോവുകയാണ്. അത് കേൾക്കാനായിട്ട് എഴുന്നേൽക്കാം. യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ രണ്ടുപേർ ഏതൊരു കാര്യത്തെക്കുറിച്ച് യാചിക്കുവാൻ ഭൂമിയിൽ ഏകമനസ്സുള്ളവരായാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൽ നിന്ന് അത് അവർക്ക് ലഭിക്കും. എന്തെന്നാൽ എൻ്റെ നാമത്തിൽ 2 or 3 പേർ എവിടെ കൂടിയാലും അവിടെ അവരുടെ ഇടയിൽ ഞാനുമുണ്ട്. അപ്പോൾ കീപ്പ യേശുവിൻ്റെ അടുത്ത് ചെന്ന് അവനോട്,
എൻ്റെ കർത്താവേ, എൻ്റെ സഹോദരനോട് തെറ്റ് ചെയ്താൽ ഞാൻ അവനോട് എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യം വരെയോ എന്ന് ചോദിച്ചു. യേശു അവനോട് 7 വരെ എന്നല്ല, 7 വീതം 70 പ്രാവശ്യം വരെ എന്നത്രേ ഞാൻ നിന്നോട് പറയുന്നത് എന്ന് പറഞ്ഞു. സ്വർഗരാജ്യം നിന്റെ ദാസന്മാരുടെ കണക്ക് കേൾക്കുവാൻ തീരുമാനിച്ച ഒരു രാജാവിനോട് സദൃശമാകുന്നു. അവൻ കണക്ക് കേട്ടു തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടം വാങ്ങിയിരുന്ന ഒരാളെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന് കടം വീട്ടുവാൻ വകയില്ലായിരുന്നത് കൊണ്ട് അവനെയും അവന്റെ ഭാര്യയും മക്കളെയും അവനോടൊക്കെയും വിറ്റ് കടം തീർക്കുവാൻ യജമാനൻ കൽപ്പിച്ചു. അപ്പോൾ ആ ദാസൻ വീണ് യജമാനെ വന്ദിച്ചു. എൻ്റെ യജമാനെ, എനിക്കൊരു അവധി തരണേ, ഞാൻ സകല കടവും നിനക്ക് തന്നു തീർത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. യജമാനൻ മനസ്സൊലിഞ്ഞ് കടവും ഇളവ് ചെയ്ത് കൊടുക്കുകയും അവനെ വിടുകയും ചെയ്തു. ദാസൻ പുറത്തിറങ്ങിയപ്പോൾ തന്നോട് 100 ദീനാറോ വാങ്ങിയിരുന്ന ഒരു കൂട്ടുദാസനെ കണ്ടെത്തി അവനെ പിടിച്ച് തൊണ്ടയ്ക്ക് ഞെക്കി, എന്നോട് കടം വാങ്ങിയത് തന്നു തീർക്കുക എന്ന് പറഞ്ഞു. ആ കൂട്ടുദാസൻ അവന്റെ കാൽക്കൽ വീണ്, എനിക്കൊരവധി തരണമേ, ഞാൻ സകലവും നിനക്ക് തന്നു തീർത്തുകൊള്ളാം എന്ന് പറഞ്ഞു. എന്നാൽ അവനത് സമ്മതിക്കാതെ എന്ന് തന്നോട് കടം വാങ്ങിയ സർവവും തിരികെ കൊടുക്കുവോളം അവനെ കാരാഗൃഹത്തിലാക്കിച്ചു. അത് കണ്ടപ്പോൾ അവന്റെ കൂട്ടുദാസന്മാർ വളരെ ദുഃഖിച്ചു. അവർ ചെന്ന് സംഭവിച്ചതെല്ലാം തങ്ങളെ യജമാനനെ അറിയിച്ചു. അപ്പോൾ യജമാനൻ അവനെ വിളിച്ച്, ദുഷ്ടദാസ, നീ എന്നോട് അപേക്ഷിച്ചതിനാൽ ആ കടമെല്ലാം ഞാൻ നിനക്ക് ഇളവ് ചെയ്തില്ലേ? ഞാൻ നിന്നോട് കരുണ ചെയ്തതുപോലെ നീയും കൂട്ടുദാസനോട് കരുണ ചെയ്യേണ്ടത് ന്യായമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. യജമാനൻ കോപിച്ച് ആ ദാസൻ കടം വാങ്ങിയിരുന്നതെല്ലാം കൊടുത്തു തീർക്കുവോളം അവനെ ദണ്ഡനാധികാരികളുടെ കയ്യിലേൽപ്പിച്ചു. നിങ്ങൾ ഓരോരുത്തരും അവനവന്റെ സഹോദരങ്ങളോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാതിരുന്നാൽ സ്വർഗത്തിൽ എൻ്റെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കുകയില്ല. അപ്പോൾ ക്ഷമിച്ച പാപം വീണ്ടും ഓർക്കാനും ക്ഷമ പിൻവലിച്ചിട്ട് കേസെടുക്കാനും പിടിക്കപ്പെടാനും സാധ്യതയുള്ള കൃപായുഗത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. കർത്താവിൻ്റെ കല്യാണത്തിന് വരണമെന്ന് മുമ്പേ നമുക്ക് എല്ലാവരും ക്ഷണിച്ചിരിക്കുക. കർത്താവ് എൻ്റെ കല്യാണത്തിന് വരണം, എൻ്റെ മകളുടെ കല്യാണത്തിന്, എൻ്റെ മകൻ്റെ കല്യാണത്തിന്, എൻ്റെ കൊച്ചുമക്കളുടെ കല്യാണത്തിന് വരണമെന്ന് പറഞ്ഞു. കല്യാണം എന്നാ നടക്കാത്തത്? കർത്താവ് എന്നാ വരാത്തത്? കർത്താവ് കോടതിയിൽ പോയി നിൽക്കുക കേസ് തീർക്കാൻ. കേസ് തീരാതെ കല്യാണം നടന്നാൽ അനുഭവിക്കാൻ നോക്കൂ? ഇല്ല. അതുകൊണ്ടാണ് ഇതെല്ലാം നീണ്ടു പോകുന്നത്. കർത്താവിൻ്റെ കല്യാണം നീണ്ടു പോകുന്നത് നമ്മുടെ ഈ മണവാട്ടിയുടെ പേര് കേസുകൾ ഓരോ ദിവസം കൊടുത്തുകൊണ്ടിരിക്കുക. അത് വെളിപ്പാട് ദിവസം 12-ാം അധ്യായത്തിലുണ്ട്. യേശുവിൻ്റെ രക്തം കൊണ്ടും സാക്ഷ്യവചനം കൊണ്ടും മാത്രമേ കേസ് തീർക്കാനൊക്കെ ഉള്ളൂ. അതുകൊണ്ട് നമ്മളാണ് നമ്മുടെ കല്യാണം, നമ്മുടെ മക്കളുടെ കല്യാണം നീട്ടിക്കൊണ്ട് പോകുന്നത്, വേറെ ആരുമല്ല. അതുകൊണ്ട് കർത്താവ് എത്ര കേസ് വന്നുകൊണ്ടിരിക്കുന്നു, അത് കർത്താവോടെ കണ്ട മുറിഞ്ഞ ആണിപ്പാടുകൾ കാണിച്ച് ജാമ്യം നിന്ന് അവർക്ക് വേണ്ടിയും കൂടെ മരിച്ചതെന്ന് പറഞ്ഞ് അപ്പോൾ ഇങ്ങനെ പിന്നെയും കേസ്. അങ്ങനെ നാൾതോറും കേസുകൾ വരുന്ന കാര്യം വെളിപ്പാട് 12-ലുണ്ട്, സക്രിയ 3-ലുണ്ട്. എല്ലാവരുടെയും പേരിൽ എന്നും കേസ് പോകുന്നുണ്ട്. അന്നന്ന് കേസ് തീർത്തിട്ടേ കിടന്ന് ഉറങ്ങാവൂ. നേരം എടുത്ത് കർത്താവിൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് നടക്കണം. കേസ് വരാതിരിക്കാൻ കർത്താവ് പറയുന്നത് മാത്രം ചെയ്യണം. അപ്പോൾ വേഗം നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും കല്യാണം നടക്കും. അത് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഒരിക്കൽ കൂടെ പാവത്തിന് പ്രാർത്ഥന നടത്തുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. പിതാവിലും പുത്രനിലുമുള്ളതായ വിശ്വാസം നമ്മൾ പുതുക്കി കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിലും സഭയിലെ ശുശ്രൂഷയിലുള്ളതായ നമ്മുടെ വിശ്വാസം പുതുക്കുകയാണ്. പിതാവിൻ്റെ 4 സമ്മാനങ്ങൾ ഏതെല്ലാമാണെന്ന് ഒരിക്കലും കൂടി ഇപ്പോൾ ഓർത്ത് നന്ദി പറയാൻ പോവുകയാണ്. പുത്രനാണ് 1-ാം സമ്മാനം, 2-ാം സമ്മാനം പരിശുദ്ധാത്മാവാണ്, 3-ാം സമ്മാനം കൃപകളും കൃപാവരങ്ങളുമാണ്, 4-ാം സമ്മാനം കൃപകളും കൃപാവരങ്ങളുള്ള കർത്താവിൻ്റെ വേലക്കാരൻ, കർത്താവിൻ്റെ ശുശ്രൂഷകർ. അവരാണ് നമുക്ക് ഈ അനുഗ്രഹമെല്ലാം വിളമ്പി തരുന്നത്. ഇത് ദാനമാണ്. ഈ 4 ദാനങ്ങളെയും ശരിക്കും പ്രയോജനപ്പെടുത്തിയാലേ നമ്മുടെ കാര്യമെല്ലാം നന്നായിട്ട് നടക്കുകയുള്ളൂ. അതിൽ നമുക്ക് വീഴ്ച പറ്റിയിട്ടുള്ളതാണ് പല കാര്യങ്ങളും മുടങ്ങിക്കിടക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ സമയത്തിന് മുമ്പ് പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഒരു കാര്യം പൂർത്തീകരിക്കാൻ കഴിയാതിരിക്കുന്നത്. കർത്താവിൻ്റെ മാതൃക പ്രിയപ്പെട്ട അമ്മച്ചിയാണോ അവർക്ക് വീഞ്ഞില്ല എന്നുള്ള കാര്യം ഉടനെ പറഞ്ഞ മറുപടി സമയമായിട്ടില്ല. ആര് നമ്മളോട് എന്നാ ആവശ്യപ്പെട്ടാൽ എന്നാ പറയണം? സമയമായില്ല. സമയമാകുന്ന എപ്പോഴാണ്? അപ്പച്ചൻ പറയുമ്പോഴാണ്.
ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ഒന്നിച്ച് നടക്കുമ്പോഴേ അവർ കെട്ടിക്കളയാ, പോയേക്കാം, നിന്നോട് എനിക്കാ സ്നേഹം എന്നൊക്കെ പറയുമ്പം എന്നാ പറയേണ്ടത്? സമയമായില്ലെന്നാണ് പറയേണ്ടത്. അല്ല, പോയേക്കാമെന്ന് പറഞ്ഞ് ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും കളിച്ച് നടന്നാൽ എങ്ങും എത്തിച്ചേരുകയില്ല, ഒന്നും തികഞ്ഞു വരികയില്ല. അവസാനം ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ട് ഭ്രാന്ത് പിടിച്ചെന്നിരിക്കും. ഒത്തിരി പേര് അങ്ങ് താർന്നു. കാര്യം എന്നാ? അപ്പച്ചനെ അപമാനിച്ചു, മാതാപിതാക്കളെ അപമാനിച്ചു, സഭയെ അപമാനിച്ചു. അപ്പോൾ സഭയെയും മാതാപിതാക്കളെയും പിതാവിനെയും എല്ലാവരെയും ആദരിച്ച് അവർ നമ്മളെക്കാൾ നമ്മുടെ സ്നേഹമുള്ളവരാ. ഇതെല്ലാം കരുതി വെച്ചിട്ടുണ്ട്. അവരുടെ ഒരു വാക്ക് പറയാതെ ഏതെങ്കിലും കാര്യത്തിന് എടുത്ത് ചാടിയിട്ടുണ്ടെങ്കിൽ അത് എത്രയും വേഗം പിൻവലിക്കുക. എന്നിട്ട് കർത്താവ് എനിക്ക് തരുന്നത് മതി, തരുന്നതോളം മതി എന്ന് പറഞ്ഞ് പിതാവിന്റെ സന്നിധിയിൽ ക്ഷമ ചോദിക്കാമെങ്കിൽ അന്ന് യാചിക്കാൻ പോവുക. കർത്താവെ, സമയത്തിന് നിങ്ങൾ പലതും ആഗ്രഹിച്ചു ചെയ്തു പറഞ്ഞു പ്രവർത്തിച്ചു, ക്ഷമിക്കണം, നീ തരുമ്പം മതി. നീ തന്ന പുത്രനെയാണ് എനിക്ക് ആദ്യം വേണ്ടത്, പരിശുദ്ധാത്മാവിനെ വേണം, സഭയെ എനിക്ക് വേണം, സഭയിലെ ശുശ്രൂഷരെ വേണം, സഭയിലെ നോമ്പ് ഉപവാസം പ്രാർത്ഥനയൊക്കെ എനിക്ക് വേണം. അതിന്റെ ഇടയ്ക്ക് കൃത്യസമയമാകുമ്പോൾ മുമ്പേ രാജ്യവും നീതി അന്വേഷിക്കുമ്പോൾ എനിക്ക് വേണ്ടി തന്നെ തേടി വരുമ്പോൾ വന്നാൽ മതി. അതുപോലെ എനിക്ക് എൻ്റെ കർത്താവ് മതി, കർത്താവിലാണ് എൻ്റെ സന്തോഷം എന്ന് പറയാൻ അതിനുവേണ്ടി യാചിക്കുകയാണ്. സഹോദരി സ്വങ്ങളെ, മാതാക്കളെ, ഗുരുക്കന്മാരെ ഞങ്ങളോട് ക്ഷമിക്കണം. ഈ കുർബാന അംഗീകരിച്ചു വിടുവാനുണ്ടാവും ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ചരിത്രം പരിശോധിച്ചു, നമ്മുടെ എല്ലാ സംഭവങ്ങളും തിരിച്ചറിഞ്ഞ് ന്യായവിധിക്ക് എടുക്കാൻ വെച്ചിരുന്ന കേസുകളെല്ലാം അവിടുത്തെ ഫയലുകളൊക്കെ എടുപ്പിച്ച് മാതാവ് നമുക്ക് വേണ്ടി വാദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമ്മുടെ പേരിലുള്ള കേസുകൾ രാജിയാക്കുവാൻ നല്ല വക്കീലായ കർത്താവിനോട് പറയുകയാണ്. അവർ പള്ളി വന്നുകൊണ്ടോ അവർ സങ്കേതഭവനത്തിൽ എത്തിയിരിക്കുന്നു, വിശ്വാസപ്രമാണം ചൊല്ലി അവരിന്നെല്ലാവരും കൈകൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് സമാധാനം കൊടുക്കാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. ഇതെല്ലാം മാതാവ് പറഞ്ഞു വെച്ചിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ പാത്രത്തിൽ യേശുവിൻ്റെ നല്ല ആളുകളാകുന്ന വെള്ളം നിറയ്ക്കാമെങ്കിൽ നമുക്ക് ആ തോതുവീഞ്ഞാക്കി മാറ്റാൻ സാധിക്കുമെന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ മധ്യത്തിലൂടെ ധൂപം വീശി വരാൻ പോവുകയാണ്. ആ ധൂപം വീശുമ്പോൾ അതിൽ കർത്താവും മാതാവും വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും ആത്മാവിൽ നിറഞ്ഞ് ഐക്യത്തിൻ്റെ ആ വലിയ ആ കൃപാവരത്തിൽ അനുഗ്രഹങ്ങൾ വാങ്ങിച്ച് അനേകം വിതരണം ചെയ്ത് എല്ലാവരും ഇപ്പോൾ നമ്മളെ അടുത്ത് നമ്മളെ ജയിപ്പിക്കാൻ വരികയാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന എല്ലാ വീഴ്ചകൾക്കും നമുക്ക് ക്ഷമ ചോദിക്കാം. കല്യാണമാണല്ലോ ഇന്നത്തെ വിഷയം. കല്യാണം കഴിച്ചപ്പോഴേ ഒരു കൊല്ലം അവധിയെടുത്ത് ഭാര്യയെ സന്തോഷിപ്പിക്കുന്നുള്ള അതിന് അനുസരിക്കാത്തവരായി കൂടെ ഇരിക്കുന്നവരല്ല. ഒരു കൊല്ലം അവധിയെടുത്ത് ഭാര്യയെ സന്തോഷിപ്പിക്കേണ്ടതായിരുന്നു. അപ്പോൾ വെൽഡിങ് ആകുമായിരുന്നു. ഇത് രണ്ടുപേരും വെൽഡ് ചെയ്യപ്പെട്ട ഒന്നായി മാറിയിരുന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ദൈവമുണ്ടെന്ന് പറഞ്ഞ് അനേകരും വന്നേനെ. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ വഴക്ക് കേട്ട അയൽവക്കക്കാർ പറയുന്നത് ഒരു നരകമാണത്, പിശാച് അവിടെ വഴിക്കുന്ന പോലെ. അയൽവക്കക്കാർക്ക് നല്ല തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ ദൈവമുണ്ടെന്ന്. അപ്പോൾ നിങ്ങളെ ഒരുമനപ്പെട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ അയൽവക്കക്കാർക്ക് ആ സ്വൈര്യത്തിൻ്റെയും സ്വസ്ഥതയുടെയും സുഗന്ധം കിട്ടും. ദൈവം അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ കപ്പർനാഹൂമിലെ വീട്ടിൽ യേശു ഉണ്ടെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിറച്ച ആള് എല്ലാവരും വിളിച്ചു വരുത്തിയതാണോ? യേശു ഉണ്ടെങ്കിൽ ആ വിവരം അറിഞ്ഞിരിക്കും. അപ്പോൾ യേശു നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ വിവരം എല്ലാവരും അറിഞ്ഞിരിക്കും. നിങ്ങളുടെ ഏതെങ്കിലും വീട്ടിൽ ഇവിടെ യേശു ഉണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു, ഞാൻ ഒന്ന് കാണാൻ വന്നാണോ ഒന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏതാണ്ട് പ്രശ്നമുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. യേശുവിൻ്റെ മുൻകൂറിയായ ഇസ്ഹാക്കിന്റെ വീട്ടിൽ വന്നു. ശത്രുക്കളാവുന്നത് രാജാക്കന്മാർ വരെ ആ കൂടയത്തിലുണ്ടായിരുന്നു. നിന്റെ കൂടെ ഒരു വലിയ ദൈവം ഉണ്ടെന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടിരിക്കുന്നു. ആ ദൈവം ഞങ്ങൾക്ക് ഒരു ദോഷം ചെയ്യരുത്, നമുക്കൊരു സമാധാന ഉടമ്പടി ചെയ്യണം. അയൽവക്കക്കാരെ നമ്മൾ പിണങ്ങി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ സന്ധി സംഭാഷണത്തിന് വരണം. അയ്യോ, നിങ്ങളുടെ ദൈവം ആ ഭയങ്കര ദൈവം, ആ ദൈവത്തെ ഞങ്ങൾ കണ്ടിരിക്കുന്നു, അതുകൊണ്ട് ആ ദൈവം ഞങ്ങളോടൊന്നും ചെയ്യല്ലേ, നമുക്ക് രമ്യമാകാമെന്ന് പറഞ്ഞ് നമുക്ക് സദ്യ കൊടുത്തിട്ടുണ്ടോ? ഇസ്ഹാക്കേ ശത്രുക്കളായിരുന്നവർക്ക് സദ്യ കൊടുത്തു വിട്ടു, ഉടമ്പടിയൊക്കെ ചെയ്ത അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? അത് ഇല്ലെങ്കിൽ നമ്മൾ വളർന്നത് പോരാ. അപ്പോൾ നമ്മുടെ വീട് യേശുവുള്ള വീടാണെന്ന് പ്രസിദ്ധമായി ആ വീട് നിറച്ച ആൾ വരണം. അപ്പോൾ ആ ജന്മസാഫല്യം അടയുന്നത്. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളോട് യാത്ര പറയാൻ വേണ്ടി, ആ കുറവ് പരിഹരിക്കാൻ വേണ്ടി മാതാവും അപ്പോസ്തലന്മാരും കർത്താവ് നിങ്ങളുടെ മധ്യത്തിൽ വരാൻ പോവാണ്. നിങ്ങൾ ലൈനായിട്ട് നിൽക്കണം. ലൈനായിട്ട് നിന്ന് കുരിശ് വരച്ച് മാതാവേ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് ഞങ്ങളുടെ കുറവ് കണ്ടുപിടിച്ച് പരിഹരിക്കാൻ എന്നാ വേണമെങ്കിലും ഞങ്ങൾ ചെയ്തേക്കാം എന്ന് പറഞ്ഞ് മാതാവിനൊരു വാക്ക് പറയാമെങ്കിൽ നമുക്ക് ഈ 50 നോമ്പിലേക്ക് പ്രവേശിച്ച് ഉയർപ്പ് പെരുന്നാൾ നമുക്ക് യേശുവിനെ മഗ്ദലൂറിയം കണ്ടതുപോലെ കാണാൻ സാധിക്കും. സ്വർഗ്ഗാരോഹണ പെരുന്നാൾ 11 അപ്പോസ്തലന്മാർ കാണാൻ കഴിഞ്ഞ പോലെ കാണാൻ കഴിയും. പെന്തക്കോസ്ത് പെരുന്നാൾ നമ്മുടേതാവും. അതിന് നമുക്ക് എഴുതി നിൽക്കാം. നല്ല പഴഞ്ചൊല്ലുണ്ട്,
50 നോയമ്പ് ഒരു നല്ല തുടക്കം ഇടുവാൻ നമുക്ക് എത്രയും പേരെ കർത്താവിടെ ആകർഷിച്ചുകൊണ്ടെന്ന് നന്ദി പറയാം. എങ്ങനെയാണ് നല്ല തുടക്കം പൂർണ്ണമാക്കുന്നത്? നാളെ പല പള്ളികളിലും ശുഭകോന ശുശ്രൂഷയുണ്ട്, നിരപ്പിൻ്റെ ശുശ്രൂഷ. ചില പള്ളികളിൽ നിന്ന് സന്ധ്യയ്ക്കായിരിക്കും, ചിലപ്പോൾ നാളെ രാവിലെ ആയിരിക്കും, ചിലപ്പോൾ ഉച്ചയ്ക്കായിരിക്കും. നിങ്ങളുടെ ഇടവപ്പള്ളികളിൽ ശുഭകോന ശുശ്രൂഷ എപ്പോഴാണെന്ന് അന്വേഷിച്ചറിഞ്ഞാൽ അതിൽ പോയി സംബന്ധിക്കണമെന്നുള്ള കാര്യം ഉറപ്പിക്കുന്നു. ഇടവക്കാരുമായിട്ടുള്ള ബന്ധം, അച്ഛനുമായിട്ടുള്ള ബന്ധം, കമ്മിറ്റിക്കാരുമായിട്ടുള്ള ബന്ധം, ഇവരുമായിട്ടുള്ള ബന്ധം ശരിയായിരിക്കണം. എങ്കിലേ ഈ നോമ്പ് അനുഗ്രഹമാകുന്നുള്ള കാര്യം ഉറപ്പിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന ഭാര്യാഭർത്താക്കന്മാരായി വന്നിരിക്കുന്നവർക്ക് ഇപ്പോൾ ഒരു വലിയ സുവർണാവസരം തരാൻ പോവുകയാണ്. ഈ ശുശ്രൂഷക്കാർ 4 പേര് ഇപ്പോൾ ഇവിടെ നിരനിൽക്കും. അവരിൽ കൂടെ പുരുഷന്മാരിലേക്ക് സമാധാനത്തിന് അല്ലെങ്കിൽ ഒഴിവ് വരുന്നത് ഏറ്റവും എല്ലാവരും കൈ കൊടുക്കാൻ പറ്റിയ തരത്തിൽ അങ്ങനെ ഒരു കാര്യം നടക്കും. അതിനുമുമ്പ് നടക്കേണ്ട കാര്യം, ഭാര്യാഭർത്താക്കന്മാരായി വന്നിട്ടുള്ളവർ ആദ്യം മുമ്പോട്ട് വന്ന് അവരിവിടെ വന്ന് 2 പേരും കൈ കൊടുത്തിട്ട് 2 സൈഡിലോട്ടൊന്ന് മാറണം. മനസ്സിലായോ? അപ്പോൾ ആ സാക്ഷ്യം സ്വർഗത്തിൽ ചെല്ലും. അവരെ ഒരു കൊല്ലം അവധിയായിട്ട് സന്തോഷിപ്പിച്ചില്ല. ഇപ്പം ഇന്ന് തൊട്ടങ്ങ് തുടങ്ങുക. മനസ്സിലായോ? അപ്പോൾ ഇന്ന് തൊട്ട് കല്യാണം ഉറപ്പിച്ച അന്നു മുതൽ കല്യാണത്തിൻ്റെ അന്ന് വരെ ഒരു കൊല്ലം പഴയ കാലങ്ങളിൽ ഭാര്യയും ഭർത്താവും വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ ബന്ധമില്ലാതെ പരസ്പരം പ്രാർത്ഥിച്ചുകൊണ്ട് 2 മുറി കഴിയുന്നൊരു നല്ല പതിവുണ്ടായിരുന്നു. അങ്ങനെയാണ് മാതാവിൻ്റെ കല്യാണം ഉറപ്പ് കഴിഞ്ഞ ദിവസം വീട്ടിലെ 2 മുറിയിലായിരുന്നു. അത് ഒത്തിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് മുതൽ ഉയർപ്പിൻ്റെ വരെ 50 ദിവസമെങ്കിലും നോമ്പെടുക്കാമല്ലോ. അപ്പോൾ ഇന്ന് മുതൽ 2 പേരും കൈ കൊടുത്ത് ആ പഴയ കുടിശ്ശിക തീർത്ത് സന്തോഷിപ്പിക്കാനുള്ള ശക്തി ആർജിച്ചിട്ട് പെന്തിക്കോസ്തിയുടെ ആ ദിവസത്തിലായിരിക്കും ഇതുവരെ കൊടുക്കാനൊക്കാതെ അതെല്ലാം കൊടുത്ത് പൂർത്തീകരിച്ച് പുതുക്കിയ യൗവനത്തോടെ പുതിയ സന്തോഷത്തിലേക്ക് പ്രവേശിച്ചത് 1000 തലമുറയ്ക്ക് വരെ ഒഴുകി പോകുന്ന അനുഭവം കിട്ടാൻ വേണ്ടി ആദ്യമായി ഇപ്പോൾ ഭാര്യാഭർത്താക്കന്മാരായി വന്നിരിക്കുന്നവർ മുമ്പോട്ട് വരും. അവരിവിടെ വന്ന് 2 പേരും കൈ കൊടുത്തിട്ട് 2 ദിവസത്തേക്ക് മാറും. മനസ്സിലായോ? മുമ്പോട്ട് വരാം.